ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ സ്നേഹവാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ ദിവസം വലിയ അനുഗ്രഹവും കൃപയും കർത്താവ് നമുക്ക് തരാൻ പോകുന്നു. വലിയൊരു ഡെലിവറി ശുശ്രൂഷ നമ്മൾ നടത്തപ്പെടാൻ പോകും. ശ്രമപ്പെടുത്തി ഹല്ലേലൂയ. ഞാൻ ഈ സമയത്ത് ചില വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകും. പ്രൈസ് ദി ലോർഡ്. ആ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരിക്കലും മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയ കൃപ നമ്മളെ നയിക്കുന്ന സമയം. ശ്രമപ്പെടുത്തി ഹല്ലേലൂയ. സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഇതിപ്പോൾ എനിക്കായാലും നിങ്ങൾക്കായാലും സഫറിങ് വരുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് ഇസ് ഗ്രേസ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണല്ലോ ശ്രദ്ധിച്ചേ, ഫിലിപ്പി ലേഖനം 1:28-29 വരെ, നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും നിങ്ങൾ ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്നുള്ള അടയാളമാണത്. അവർക്ക് നാശത്തിൻ്റെയും നിങ്ങൾക്ക് രക്ഷയുടെയും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള വരം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതൊരു വരമാണെന്ന്, സഹനം ഒരു വരമെന്നാണെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന കാര്യം. വചനം ഒരിക്കലും പതിരല്ല. പ്രൈസ് ദി ലോർഡ്. വചനം പതിരാണോ? ഒരിക്കലും. വചനം നിറവേറാനുള്ളതാണ്, സമയത്തിൻ്റെ പൂർത്തിയിൽ നിറവേറാനുള്ള. പ്രൈസ് ദി ലോർഡ്. ഞാനൊക്കെ 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ രോഗക്കിടക്കി കിടന്നയാളാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ 4 മാസങ്ങളോളം ശരിക്കും വയ്യാതെ കടന്നു പോയത്. പ്രൈസ് ദി ലോർഡ്. അതായത് എനിക്കൊന്നൊരു ഫെബ്രുവരി മാസം മുതൽ ജൂൺ മാസം വരെ. പ്രൈസ് ദി ലോർഡ്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ശരിക്കും അത് അതിനകത്തൊരു 4 മാസമെങ്കിലും കാണും. 3-4 മാസമെങ്കിലും കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ ആരാധന. അപ്പോൾ ഇത്രയും ഈ 4-5 മാസം ഇങ്ങനെ ശരിക്കും ഞാനൊക്കെ അന്ന് ഞാൻ ഓർത്ത്, ദൈവമേ വാട്ട് ഈസ് മൈ ഫ്യൂച്ചർ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവിടെ നിന്ന് ആരോ ഒരു അദൃശ്യകാരം പ്രൈസ് ദി ലോർഡ് എന്നെ കൈപിടിച്ച് ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ കരം എന്നെ ദൃശ്യകരം. പ്രൈസ് ദി ലോർഡ്. അതാരെന്ത് വ്യാഖ്യാനിച്ചാലോ ദൈവത്തിൻ്റെ കരമാണെന്നേ എൻ്റെ മരണത്തിൽ സമയത്ത് പോലും ഞാൻ പ്രസംഗിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിൻ്റെ കരം ഞാൻ കണ്ടൊരാളാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്കെന്തുകൊണ്ട് ഭയമില്ല എന്ന് വെച്ചാൽ, ഭയം എനിക്ക് 95 കർത്താവ് എടുത്ത് മാറ്റിയതാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരു പേടി ഉണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം പരിശുദ്ധാത്മാവ് നമ്മളുണ്ടെങ്കിൽ നമുക്ക് ആത്മാവും നമുക്ക് എല്ലാ കാര്യവും പറഞ്ഞു തരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ നാൾ ഇച്ചിരി വിഷമമുണ്ടായ സമയത്ത് ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ കേപ്പ് ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനിങ്ങനെ ഒരു ധ്യാനം, നമ്മുടെ നല്ല മക്കളോടെ ഉണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി നല്ല വിശുദ്ധരായ നല്ല കുറേ കുടുംബങ്ങളെ കണ്ടു. അവരെല്ലാം ഓടി വന്ന് എൻ്റെ അടുത്തുനിന്ന് അച്ഛൻ എന്നോട് വിശേഷം പ്രാർത്ഥിച്ച് ഒരു കൂട്ടുന്ന് പോവുകയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ശരി, അത് നല്ലൊരു സ്ഥലം. ശ്രവർ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. അപ്പോൾ അവിടെ വയ്ക്കുമ്പോൾ ഞാനിങ്ങനെ വിഷമിച്ച്, ഈശോയെ നീ എന്താ ഇതൊക്കെ ആഗ്രഹിക്കുന്നത്? ഇതിൻ്റെയൊക്കെ അർത്ഥം എന്നാ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് സഫറിങ്? ഡു യു ഹാവ് എനിത്തിങ് ടു ടെൽ മീ? എനിക്ക് എന്തെങ്കിലും വചനം തരാനുണ്ടോ? നിനക്ക് വല്ലതും പറയാനുണ്ടോ വെച്ചാൽ ഇങ്ങനെ അവിടുത്തെ അച്ഛൻ്റെ മുറിയിൽ നിന്നിട്ട് ഞാൻ പെട്ടെന്ന് ഐ ഓപ്പൺ മൈ ബൈബിൾ. ഞാൻ സംസാരിക്കുന്നത്, ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, എന്നോട് സംസാരിക്കുന്നത് ഈ ബൈബിളാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അങ്ങോട്ടും വായിക്കും, അവിടെ നിന്ന് ഇങ്ങോട്ടും പറയും. പ്രൈസ് ദി ലോർഡ്. എനിക്കങ്ങനെ ഒത്തിരി ഫ്രണ്ട്ഷിപ്സോ പരിപാടികളോ എനിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അത്യാവശ്യം നമുക്ക് കാര്യങ്ങൾ റൺ ചെയ്യണമല്ലോ. പ്രൈസ് ദി ലോർഡ്. കാരണം എനിക്കൊരു ആത്മാവിലൊരു ബന്ധം എനിക്ക് എൻ്റെ ഈശോയായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതെനിക്ക് ചെറുപ്പത്തിലൊരു 5 വയസ്സ് 8 വയസ്സ് തൊട്ട് എനിക്കതുണ്ട്. പ്രൈസ് ദി ലോർഡ്. 3-ാം ക്ലാസ് കഴിയുമ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ച കാലം തൊട്ട് ശേഷം തന്നെ ഐ ഹാഡ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ വീട്ടിലാണെങ്കിൽ പോലും ഞാൻ കാഞ്ഞിരപ്പള്ളിക്കാരനാണ്, കാഞ്ഞിരപ്പള്ളി പ്രദേശത്ത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ സ്കൂളിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ 4 മണി കഴിയുമ്പോൾ നേരെ ഞാൻ പോകുന്ന, ഞങ്ങൾക്ക് ചെറിയൊരു റബ്ബർ തോട്ടമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അതിനകത്ത് പോയിരിക്കും, തനിച്ച് പ്രാർത്ഥിക്കും. അവിടെ പഠിക്കാൻ പോകുന്നു. ആ കൂട്ടത്തിൽ ഞാൻ പറയും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇന്നും ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കും. അങ്ങനെ 1 മണിക്കൂറോളം ഞാൻ ഈശോയെ ഐ ലവ് യു ജീസസ്. അത് എന്നെ ആരും പഠിപ്പിച്ചൊന്നുമില്ല. എനിക്ക് എപ്പോഴും ഞാനിങ്ങനെ മാറി നിന്ന് പ്രാർത്ഥിക്കുന്നൊരു സ്വഭാവം വളരെ ചെറുപ്പം മുതലുണ്ട്.
രാത്രിയിൽ വൈകുന്നേരം എൻ്റെ വീട്ടിലെ പ്രയർ കഴിഞ്ഞാലും വീട്ടിലെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ പതുക്കെ മുറ്റത്തിറങ്ങിയിട്ട് ചിലപ്പം കുഞ്ഞുനാളിൽ പോലും വീടിന് മുറ്റത്ത് ചുമ്മാ നടന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ഈശോയോട് പറഞ്ഞു നടക്കും. അപ്പോൾ ഒരു ബന്ധം എനിക്കെന്നുമുണ്ട്. അപ്പോൾ അതിന്നും എനിക്ക് ഇവിടെ നിൽക്കുമ്പോഴും ഐ ഫീൽ ദാറ്റ് റിലേഷൻഷിപ്പ്. എനിക്ക് ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം ഏത് സഹനം വന്നാലും ഞാൻ ഇതുപോലെ അന്ന് നിൽക്കുന്ന പോലെ ഇന്നും, ഇന്ന് നിൽക്കുന്ന പോലെ നാളും, നാളെ നിൽക്കുന്ന പോലെ നാളെ കഴിഞ്ഞും നിൽക്കാൻ കാരണം അതേ കാര്യം. അല്ലാതെ മനുഷ്യരുടെ വാക്കുകൾ കയറി ഇറങ്ങി നിൽക്കും. ഇന്നൊരുത്തും നമ്മളെ പൊക്കി പറയുന്നവൻ തന്നെ നാളെ താഴ്ത്തി പറയും. ഇന്ന് നമ്മളെ താഴ്ത്തി പറയുന്നതിന് നാളെ നമ്മളെ പൊക്കിയും പറയും. അങ്ങനെയുള്ള ഈ വെള്ളത്തിൽ പൊങ്ങുന്ന അഭിപ്രായങ്ങളെ പൊങ്ങിക്കിടക്കുന്ന പല തടിക്കഷ്ണം പോലെ അത് വെള്ളം പൊങ്ങുന്ന പോലെയാണ്. വെള്ളം പൊങ്ങും, അത് പൊങ്ങും, വെള്ളം താഴ്ത്തി. അങ്ങനെയുള്ള മനുഷ്യൻ്റെ വാക്കുകൾക്ക് നിങ്ങൾ അമിതമായ പ്രാധാന്യം കൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ തളർന്നു പോകും. നിങ്ങൾ ദൈവത്തെയാണ് മുറുകെ പിടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏത് കൊടുങ്കാറ്റിനടുക്കും നിങ്ങൾക്ക് ശാന്തമായിട്ട് നിൽക്കാൻ പറ്റും. കർത്താവ് നിങ്ങളെ കൈപിടിച്ച് നടത്തുന്ന അനുഭവം നിൽക്കുമ്പോൾ നമ്മുടെ വിശ്വസ്തത നമ്മുടെ ദൈവത്തോടെ, നമ്മുടെ ദൈവത്തോടെ. നമ്മളൊക്കെ ഇത് കഴിഞ്ഞ് നേരെ പോകുന്നത് എങ്ങോട്ടാണ്? ദൈവത്തിൻ്റെ അതിലേക്ക്. ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഞാനും നിങ്ങളെല്ലാം ഇവിടുന്ന് പറന്നുയരേണ്ട ഒരു ദിവസമുണ്ട്. അതാണ് എൻ്റെ മനസ്സിൽ രാത്രിയും പകലും ഞാൻ കാണുന്നത് എൻ്റെ സ്വർഗഭവനം. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഇവിടെ ധ്യാനത്തിൽ ഞാൻ പറയാറുണ്ട്. ഒരുപാട് ആയിരക്കണക്കിന് പ്രാവശ്യം ഞാനൊക്കെ തുറമുഖത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. തുറമുഖത്തിൻ്റെ ലൈറ്റ് കണ്ടു തുടങ്ങി. ഇനി ഇച്ചിരി അങ്ങോട്ട് കഴിഞ്ഞാൽ ഞാൻ ആ തീരത്തെത്തിയിരിക്കും. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അവിടെ കാത്തിരിപ്പുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യവും വിശ്വാസവും ഉണ്ട്. അതാണ് എന്നെ നയിക്കുന്ന ഏറ്റവും വലിയ സത്യത. അപ്പം നമ്മുടെ ജീവിതത്തിൽ നിങ്ങളെല്ലാവരും ചെയ്യും. എനിക്ക് സന്തോഷം വെച്ചാൽ ഇന്ന് നിങ്ങളും ഒരുപക്ഷെ ഒരുപാട് സഹനങ്ങളോട് പോകുന്നവരായിരിക്കും. കടബാധ്യത, കുടുംബ പ്രശ്നം, രോഗം, മക്കളുടെ പ്രശ്നം, ഭാര്യയുടെ പ്രശ്നം, ഭർത്താവിൻ്റെ പ്രശ്നം, വിവാഹ പ്രശ്നം, ജോലി പ്രശ്നം, സഭയുടെ ഇന്നും കാണാം സഭയിലെയും കുറേ പ്രശ്നങ്ങളും വിഷമങ്ങളും. ഇങ്ങനെ നമ്മൾക്കിതെല്ലാം കൂടി തീരാൻ ഒന്നും തീരാൻ പോകുന്നില്ല. ഇതെല്ലാം അങ്ങനെ ഒരു ഇത് കടലിൻ്റെ നിയമമാണ് മനുഷ്യൻ്റെ നിയമം. കടൽ ചില സമയത്ത് നല്ല ശാന്തമായിട്ട് ഒഴുകുന്ന പോലെ ചില സമയത്ത് കടൽ ഇളകി മറിയും. ഇളകിക്കൊണ്ടിരിക്കുന്ന കടൽ കുറച്ച് കഴിയുമ്പോൾ ശാന്തം. അത് ഈ ലോകത്തിൻ്റെ നിയമമാണ്. ഇതിങ്ങനെ കയറി ഇറങ്ങി ഒരു കുന്ന് കഴിയുമ്പോൾ ഒരു കുഴിയുണ്ടെന്ന് പറയുന്ന പോലെ എപ്പോഴും ഉണ്ട്. എല്ലായിടത്തും അത് കഴിയുമ്പോൾ വീണ്ടും ഒരു കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സഭയുടെ അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന എല്ലാ വിഷമങ്ങളെയും നമ്മൾ കാണേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ കണ്ണുകൊണ്ടേ കാണാവുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ പോയി വിമർശിക്കാനോ ചിത്തവരോ ഒന്നും പോകണ്ട. സമയം വെറുതെ കളഞ്ഞ് നമ്മുടെ ആരോഗ്യം കളയണം. നമ്മൾ ആ സമയം നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് കിടന്ന് ഉറങ്ങുക, നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക, അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ, നന്നായിട്ട് നമുക്ക് ചെയ്യാനുള്ള ജോലികളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക, തുണിയൊക്കെ അലക്കുക, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ജീവിക്കാൻ നോക്കുക. അല്ലാണ്ട് ഇതിൻ്റെയൊക്കെ പുറകെ പോയി നമ്മുടെ ചുമ്മാ ആയുസ്സും ആരോഗ്യം പോയിക്കൊണ്ടിരിക്കും. നമുക്ക് എന്തെല്ലാം ജോലി ചെയ്ത് തീർക്കാനുണ്ട്. അതുപോലെ തീർത്തുകൊണ്ടിരിക്കുക. ശ്രമത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. അതാണ് നമ്മുടെ പണി പലപ്പോഴും അർത്ഥവും. മലയാളിയുടെ ജന്മസ്വഭാവം അവൻ സ്വന്തം കാര്യം ചെയ്യാറില്ല. അവൻ ചുറ്റുമുള്ളവരുടെ കാര്യത്തിലാണ് അവൻ്റെ ജാഗ്രതയും ശ്രദ്ധയും താല്പര്യം. യേശുവേ ആരാധന. ഹല്ലേലൂയ. നമ്മുടെ കാര്യങ്ങളിൽ നമുക്ക് വളരെ ആത്മാർത്ഥത്തോട് വർക്ക് ചെയ്യാം. വീട്ടിലെ പണികളൊക്കെ തീർക്കുക. പറമ്പിൽ കൃഷിയൊക്കെ ഉണ്ടോ നോക്കുക. അതൊക്കെ ആടുമാടുകളൊക്കെ വളരുന്നുണ്ടോ നോക്കുക. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിത്തമൊക്കെ തീർന്നോ, പോഷണമൊക്കെ തീർന്നോ ശ്രദ്ധിച്ച് നോക്കുക. ഹല്ലേലൂയ. യേശുവേ ആരാധന. അധ്യാപകർ നാളെ പഠിപ്പിക്കേണ്ട പോർഷൻ എന്നും പഠിപ്പിക്കാതെ ഇച്ചിരിയും കൂടെ നോവൽറ്റിയോടെ പഠിപ്പിക്കാൻ വേണ്ടി തലേദിവസം ഒന്നും കൂടി ഒരുങ്ങുക. ഓരോരുത്തർ ഒരുങ്ങുക, വർക്ക് ചെയ്യുക. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി, ദൈവം ഈ ഭൂമിയിൽ ഏൽപ്പിച്ച ജോലിക്ക് ഒരു തടസ്സവും ഉണ്ടാകരുത്. നീ ആയിട്ടുണ്ടാകരുത്. ആരും തടസ്സപ്പെടുത്താൻ നീയോട്ട് സമ്മതിക്കുകയും ചെയ്യരുത്. അങ്ങനെ നീ എൻ്റെ ജോലികൾ ഒത്തിരി ചെയ്തു തീർക്കും. നന്മ ചെയ്യുന്നു, അതെന്തെല്ലാം പുണ്യപ്രവർത്തികൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഞാനവിടെ ഇങ്ങനെ കേപ്സ്റ്റോണിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഈശോ എന്താ പൊട്ടൊന്നൊരു പരിശുദ്ധ സംസാരം എൻ്റെ കൂടി ആ അരൂപി എന്നെ ഇങ്ങനെ നയിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങളും പഠിക്കണേ, നിങ്ങൾക്കൊരു ബൈബിൾ എപ്പോഴും കൂടെ വേണം. ആൻഡ് ബൈബിൾ നിങ്ങളോട് സംസാരിക്കും. ബൈബിളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. ബൈബിളിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. അപ്പോൾ അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ കാര്യം ഇത്ര നാളും ബൈബിൾ ഇങ്ങനെ വായിച്ച് പഠിച്ച് ധ്യാനിച്ച് ക്ലാസ് എടുക്കുന്ന ആളും ആദ്യമായിട്ടൊരു വചനം അന്ന് കണ്ടു. എനിക്ക് പറ്റിയ വചനം.
ശ്രമത്തിൽ പറയും ഹല്ലേലൂയ. ഞാനിങ്ങനെ തുറക്കുകയും ഇത് കാണുകയും ഈ തുറക്കുമ്പോൾ ദൈവം ഇതെന്ത് നീ നേരെ ഇങ്ങോട്ട് സംസാരിക്കുകയാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. വായിക്കട്ടെ. ശ്രമത്തിൽ പറയും ഹല്ലേലൂയ. യേശുവേ ആരാധന. യെശയ്യാ 29:19 മുതലുള്ള വചനം. ശാന്തശീലർക്ക് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും. ദരിദ്രർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആഹ്ലാദിക്കും. നിർദ്ദയർ അപ്രത്യക്ഷരാകുകയും നിന്ദകർ ഇല്ലാതാവുകയും തിന്മ ചെയ്യാൻ നോക്കിയിരിക്കുന്നവർ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. അവർ ഒരുവനെ ഒരു വാക്കിൽ പിടിച്ച് കുറ്റക്കാരനാക്കുകയും നഗര കവാടത്തിങ്കലിരുന്ന് ശാസിക്കുന്നവന് കെണിവയ്ക്കുകയും അടിസ്ഥാനരഹിതമായ വാദം കൊണ്ട് നീതിമാന് നീതി നിഷേധിക്കുകയും ചെയ്യുന്നു. അബ്രാഹത്തെ രക്ഷിച്ച കർത്താവ് യാക്കോബിൻ്റെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്യുന്നു. യാക്കോബ് ഇനിമേൽ ലജ്ജിതനാവുകയില്ല, ഇനിമേൽ അവൻ്റെ മുഖം വിവരണമാകുകയില്ല. ഞാൻ ജനത്തിൻ്റെ മധ്യേ ചെയ്ത പ്രവർത്തികൾ കാണുമ്പോൾ അവൻ്റെ സന്തതി എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും. അവർ യാക്കോബിൻ്റെ പരിശുദ്ധനെ മഹത്വപ്പെടുത്തും. ഇസ്രായേലിലെ ദൈവത്തിൻ്റെ മുമ്പിൽ ഭക്തിയോടെ അവർ നിലകൊള്ളും. തെറ്റിലേക്ക് വഴുതിപ്പോയവർ വിവേകത്തിലേക്ക് മടങ്ങി വരും. പിറുപിറുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാ നേരെ ദൈവത്തിൻ്റെ വചനം വളരെ ഡിറക്റ്റായിട്ട് സംസാരിക്കും. ഞാൻ പറയും, ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനത്തെ നിങ്ങൾ ഒരു ഫ്രണ്ടായിട്ട് എടുക്കണം. ലെറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് മേ ബി യുവർ ബെസ്റ്റ് ഫ്രണ്ട്. ആ വചനം ഇരുന്ന് വായിക്കുക. വചനം നമ്മളോട് സംസാരിക്കും. രാത്രി ഞാൻ കിടക്കുമ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ബൈബിൾ വെച്ചേക്കും. രാത്രി ഇങ്ങനെ ദൈവം എന്നോട് സംസാരിക്കും. അപ്പോൾ അവിടെ നമ്മൾ പോകേണ്ട വഴികളും ചെയ്യേണ്ട നമ്മളെക്കുറിച്ചുള്ള പദ്ധതികളും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. പിന്നെ നമുക്ക് ആരുടെയും ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. ആരുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ? ദൈവകരങ്ങളിൽ മരണം വരെ ജീവിക്കുന്നതാണല്ലോ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. വേറെ ആരുടെയും കരങ്ങളിലോ വേറെ ആരുടെയും ചിന്താഗതികളിലോ വേറെ ആരുടെയും യുക്തിചിന്തകളിലോ ഒന്നും പെടാതെ ദൈവകരങ്ങളിൽ മരണം വരെ ജീവിക്കുന്നതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താ? വിശുദ്ധരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ. പത്രോസ്ലിഹായുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ, പൗലോസ്ലിഹായുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ. എസ്തപ്പാനോസിൻ്റെ കൂട്ടത്തിൽ, സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായ എസ്തപ്പാനോസിൻ്റെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ. ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കുന്നത് യോഹന്നാൻ്റെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ, സ്നാപകൻ്റെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ, ജെറമിയയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ, ഏലിയായുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ, ജോഷുവയുടെ കൂട്ടത്തിൽ, മോശയുടെ കൂട്ടത്തിലാണ്, പരിശുദ്ധ അമ്മയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ. സ്വർഗവാസ വിശുദ്ധ പാദ്രോപ്പിയയുടെ, വിശുദ്ധ ജോൺ മരി, ഞാനൊക്കെ പ്രാർത്ഥിക്കും വിശുദ്ധ പാദ്രോപ്പിയ, എനിക്കൊത്തിരി ഇഷ്ടം. അത് വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ കൂട്ടത്തിലൊക്കെ എണ്ണപ്പെടാൻ. ഫ്രാൻസിസ് സേവിയറിൻ്റെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ. വിശുദ്ധ അമ്മത്രീസയുടെ കൂട്ടത്തിലാണ്. അല്ലാതെ വേറെ ആരുടെയും കൂട്ടത്തിൽ എണ്ണപ്പെടരുതേ എന്നാണ് എൻ്റെ എളിയ പ്രാർത്ഥന. അവരുടെ കൂട്ടത്തിൽ മാത്രമേ എണ്ണപ്പെടാവുള്ളേ എന്നാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ നിയോഗവും. അൽഫോൻസാമയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ, വിശുദ്ധ മദർ തെരേസയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ. ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ. സഭയിലെ പുണ്യവാന്മാരുടെ രക്തസാക്ഷി, ഒരുപാട് രക്തസാക്ഷികളുണ്ട്. യേശുവേ ആരാധന, അതായിരിക്കണം നിങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. അല്ലാതെ നമ്മളിന്ന് പലപ്പോഴും എണ്ണപ്പെടാൻ ചിലർ ധനവാന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ചിലർ ലോകത്തിൻ്റെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ, പേരും പെരുമയുള്ളവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ. അതിന് വലിയ കാര്യമൊന്നുമില്ല. ശ്രമത്തിൽ പറയും ഹല്ലേലൂയാ, ഒറ്റ വിളിച്ച് ഹല്ലേലൂയാ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞാൻ ആ യാത്രയിൽ ഒരു കുടുംബം ഓടി എൻ്റെ അടുത്ത്, അച്ഛാ ഒരു വലിയൊരു മിറക്കിൾ പറയാനുണ്ട് അച്ഛോ. ഞാൻ പറഞ്ഞു എന്താണാവോ? അവിടെ കുടുംബത്തിലെ ഒരു സ്വന്തം എൻ്റെ അടുത്ത് വന്നു. എൻ്റെ സഹോദരിയെക്കുറിച്ചാണ്. സഹോദരി കല്യാണം കഴിച്ചിട്ട്, മൂത്തയാളും കണ്ട, എൻ്റെ കല്യാണം കഴിച്ചിട്ട് 16 വർഷം മക്കളില്ലായിരുന്നു. അവർ പറഞ്ഞു അച്ഛോ ഞങ്ങൾ ആ സഹനത്തിൻ്റെ സമയത്ത് ഞങ്ങൾ അണക്കരെ വന്നു. അവർ ധ്യാനം കൂടി. ആ മാസം തന്നെ അവൾ ഗർഭിണിയായി. ദൈവങ്ങൾക്കൊരു കുഞ്ഞിനെ കൊടുത്തു, കർത്താവിനെ മഹത്വപ്പെടുത്തി. നമ്മുടെ ദൈവസ്ഥലപ്പെടുത്തി ഹല്ലേലൂയാ. ഈശോ ഒത്തിരി അനുഗ്രഹിക്കുന്നു. കർത്താവിന് ഒത്തിരി നന്ദി പറയാം. ദൈവത്തിൻ്റെ പദ്ധതി അനന്തമാണ്. ദൈവത്തിൻ്റെ ബൈബിളിലെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55:7, 8, 9, 10 വചനങ്ങൾ വായിച്ചിരുമ്പോൾ കാണാവേ. അതായത് വലിയ വചനം. ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ.
ഒക്കെ പറ ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ ഹൃദയത്തിലും എൻ്റെ ഹൃദയത്തിലും ഒരുപോലെ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു വചനമാണ്. അതായത് വചനം ഇതാണ്: കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. പ്രസലോഷ്. എല്ലാം ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മൾ ദൈവകരങ്ങളെ മുറുകെ പിടിച്ച് വേറെ ആരെയും പിടിക്കരുത്. പിടിച്ച പണി കിട്ടും. പ്രസലോഷ്. ദൈവകരങ്ങളെ മാത്രമാണ് പിടിക്കുന്നതെങ്കിൽ ആ കരം എപ്പോഴും ഉയർത്തുന്ന കരമാണ്. പ്രസലോഷ്. ആ കരം എപ്പോഴും ഉയർത്തുന്ന കരമാണ്. ലോകത്തിൻ്റെ കരം നേരെ തിരിച്ചാൽ വലിച്ചു താക്കുന്ന കരമാണ്. പ്രസലോഷ്. ദൈവത്തിൻ്റെ അതെ, പത്രോസ് ജലത്തിൽ താണപ്പോൾ അവനെ ഉയർത്തിയൊരു കരമാണ് നമ്മുടെ കർത്താവിൻ്റെ കരം. പ്രസലോഷ്. ആ കരത്തിൽ നീ പിടിക്കാവുള്ളൂ. പ്രസലോഷ്. വേറെ കരങ്ങളെല്ലാം നമ്മൾ ലോകത്തിൽ ആശയങ്ങളാകാം, ആദർശങ്ങളും ശരിയെന്ന് തോന്നും. ചിലരുടെ കാര്യങ്ങൾ ചിലർ പറയുന്നത് വളരെ ഭയങ്കര ഷാർപ്പ് ബ്രെയിനാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ബ്രെയിൻ. പക്ഷെ അത് നമ്മളെ തകർക്കുന്ന. പ്രസലോഷ്. പക്ഷെ തമ്പുരാൻ നമ്മളെ ഉയർത്തുന്ന കരം. പ്രസലോഷ്. ആ കരത്തെ നമ്മൾ മുറുകെ പിടിക്കണം. പ്രസലോഷ്. നമുക്കറിയാം, അൽഫോൻസാമ്മ ഈ രോഗശയ്യയിൽ കിടക്കുമ്പോൾ ചുറ്റുമുണ്ടായിരുന്നവരൊക്കെ അവളെ പലതും പറഞ്ഞ് അവളെ താഴോട്ട് കൊണ്ടുവരുമ്പോൾ അവൾ കയറി പിടിച്ച ആടകരത്തിലാണ് കടത്തിശ്വർക്ക് ശ്രവണത്തിൽ യേശുവേ ആരാധന. അവൾ ധ്യാനിച്ചത് യോഹന്നാൻ 12:24. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അടിയുന്നെങ്കിലും അത് വളരെ ബലം പുറം. അപ്പോൾ അവൾ ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് തൻ്റെ മുഴുവൻ സഹനങ്ങളും സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവൾ വിശുദ്ധരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു. പ്രസലോഷ്. ഇന്ന് കേരളസഭ ലോകസഭയിലുള്ള എല്ലാവരും ആദരിക്കുന്ന ഒരാളാരാ? അൽഫോൻസാമ്മ. പ്രസലോഷ്. എല്ലാവർക്കും അൽഫോൻസാമ്മയെ അറിയാം. പ്രസലോഷ്. ഒരു പാവപ്പെട്ട കൊച്ചല്ലേ, മരണസമയത്ത് അടക്കിന് പറയുന്നത്, ഞാനൊരിക്കൽ പ്രസംഗത്തിൽ പറഞ്ഞു 100 പേരോളം ഉണ്ടായിരുന്നപ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ സങ്കീർത്തിയിലോട്ട് പള്ളിയുടെ സങ്കീർത്തിപ്പോൾ ഒരു പ്രായമുള്ള സിസ്റ്റർ വന്നിട്ടുണ്ട്. വന്നവിടെ എന്നെ പിടിച്ചൊരു വഴക്ക്. പ്രസലോഷ്. അച്ഛൻ 100 പേര് 100 ഇല്ലായിരുന്നു, 80 പേരെ ഉണ്ടായിരുന്നു, ഞാനും അതിനകത്തുണ്ടായിരുന്നു. പ്രസലോഷ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു ആരാധന, ഹല്ലേലൂയ. 100 ഇല്ലാത്ത 80 പേർക്ക് താഴെയുള്ളായിരുന്നു. ഭയങ്കര സംഭവം. സിസ്റ്ററങ്ങ് നല്ല എനിക്ക് വലിയ രക്ഷപ്പെട്ടു. സത്യമായിരുന്നേ, ആരും ഇല്ലായിരുന്നു. ഒരടക്കിന് ശവം എടുക്കാൻ പോലും ആളില്ലായിരുന്നു. അങ്ങനെ അടക്കപ്പെട്ട സ്ഥലത്ത് ഇന്നിപ്പോൾ എത്ര ലക്ഷമല്ല എത്ര കോടി ജനം വന്ന് കടന്നുപോയെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വിശുദ്ധരെ പഠിക്കണമെങ്കിൽ ഈ ബുദ്ധി പോരാ. ഇതുകൊണ്ടൊരു കാര്യമൊന്നുമില്ല, മണ്ണാങ്കട്ടയാണ്. വിശുദ്ധരെ പഠിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. വിശുദ്ധരുടെ ജീവിതം പഠിക്കണമെങ്കിൽ ഈ ബുദ്ധി കൊണ്ട് മക്കളെ നടക്കില്ല. യു കനോട്ട്. വിശുദ്ധരെ പഠിക്കണമെങ്കിൽ നീ ദൈവത്തെ അറിയണം. വിശുദ്ധരുടെ ശാസ്ത്രം അത് സാധാരണ ശാസ്ത്രമൊന്നും നിനക്കൊന്നും റീച്ച് ചെയ്യാൻ പറ്റുന്ന ശാസ്ത്രമല്ല. അവർ പോകുന്ന വഴികൾ, അതുകൊണ്ടല്ലേ ബൈബിളിൽ ഒരു വചനമുണ്ട്, അവർ പോകുന്ന വഴികൾ ഒരിക്കലും മനുഷ്യർക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. ശ്രവണത്തിൽ പറഞ്ഞ് ഹല്ലേലൂയാ, ഒറ്റ വിളി വിളിച്ച് ഹല്ലേലൂയാ ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. സ്തുതിക്ക് യേശുവേ സ്തുതിക്ക്. ആമേൻ. ഒരു വചനമുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിങ്ങളെപ്പോഴും ധ്യാനിക്കേണ്ട വചനം പറഞ്ഞതൊക്കെ വീട്ടിൽ ചെന്ന് വായിക്കണം. പ്രൈസ്. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം. അതിനകത്ത് എല്ലാത്തിനും ഉത്തരമുണ്ട്. സകല ചോദ്യങ്ങൾക്കും ഉത്തരവുള്ള വചനമാണ് ഈ ഹെബ്രായ 11. ശ്രവണത്തിൽ ഹല്ലേലൂയ. വെരി പവർ. വിശ്വാസത്തെക്കുറിച്ചുള്ള വചനം. എനിക്കൊന്നത് മുഴുവൻ വായിച്ചാലും നല്ലത്. ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചോണ്ട്. ഈ വചനം മാത്രം കേട്ടോണ്ടിരിക്കുന്നത് ചെവി തുറന്ന് മനസ്സ് തുറന്ന്. പ്രൈസ്. ചെവി ഇവിടെ ഇരുന്നാൽ പോലെ ഇവിടെ തന്നെ ആയിരിക്കണം കേട്ടോ. പ്രൈസ്. ശ്രവണത്തിൽ ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒത്തിരി ഉത്തരം കിട്ടും. നിങ്ങളുടെ ഒത്തിരി വിഷമങ്ങൾക്ക് ദൈവം ഉത്തരം തരും. വിശ്വാസമെന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന് ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത്. ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയും. ഈശോ എനിക്ക് പെട്ടെന്നൊരു കാര്യം പറയുന്നുണ്ടല്ലോ. ഈ കൂട്ടത്തിൽ ഒരു ക്യാൻസർ രോഗിയെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് കർത്താവ് തന്നിട്ട് ആ പ്രദേശത്ത് എവിടെയോ കണ്ട, ലേഡീസിൻ്റെ ഭാഗത്ത് എവിടെയോ കണ്ട, വ്യക്തമായിട്ട് കാണിച്ചു. നേരെ ഈശോയെ തൊട്ടങ്ങ് സൗഖ്യപ്പെടുത്തിട്ട് പോകുന്നു. കർത്താവിൻ്റെ കരം ഇവിടെ വെളിപ്പെടാൻ പോവുക. കർത്താവിൻ്റെ വലിയ കരം. യേശുവേ സ്തുതിക്ക്.
ഈശോയുടെ സാന്നിധ്യം കടന്നു വരുന്നു, വീണ്ടും വരുന്നു. അത്ഭുതം ഉണ്ടാകട്ടെ, അടയാളം ഉണ്ടാകട്ടെ, രോഗശാന്തികൾ ഉണ്ടാകട്ടെ. സകല കെട്ടുകളും കാണിക്കുന്നുണ്ട്. ഒരു അമ്മയുടെ കയ്യിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞ്, ആ കൊച്ചിനൊരു ഫിറ്റ്സിൻ്റെ രോഗം പോലത്തെ രോഗമുണ്ട്. ആ കുഞ്ഞിൻ്റെ തലയിലേക്കൊരു ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇപ്പം തന്നെ ഒഴുകപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞിനെ കർത്താവ് കാണിക്കുന്നുണ്ട്. 9 വയസ്സ് പ്രായമുള്ള കുഞ്ഞാണ്. കർത്താവ് ആ കുഞ്ഞെ സൗഖ്യപ്പെടുത്തുന്നത്. ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ ഒരു വീട്ടിൽ എന്തോ ഒരു കാര്യത്തെ ചൊല്ലി ഭയങ്കര വഴക്ക്, ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കരമായ വഴക്കുണ്ടായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് ഇവിടെ ധ്യാനത്തിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നത് മാത്രമല്ല, ആ കുടുംബത്തിലെ ബന്ധനം കർത്താവ് അഴിച്ചു മാറ്റുന്ന കർത്താവ്. പതിനേഴ് വയസ്സ് പ്രായമുള്ളൊരു യുവതിയെ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ ദേഹത്തുള്ളൊരു സ്കിന്ന് സംബന്ധമായ ഒരു രോഗം കർത്താവ് ഇപ്പോൾ തന്നെ സൗഖ്യപ്പെടുത്തി കൊടുക്കും. ഈശോയുടെ കരുണയുടെ ചിത്രം ഇങ്ങനെ, ഈശോ ഇങ്ങനെ ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കരുണയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈശോയുടെ ചങ്കിൽ നിന്ന് ചോരയും ജലം ഒഴുകുന്നു. അത് ഈ ആലയത്തിൻ്റെ മേലും നമ്മുടെ മേലും ഒഴുകപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് വെളിപ്പെട്ടു. ഒരു സാമ്പത്തിക കടബാധ്യത മാറാൻ വേണ്ടി ഈശോ വെളിപ്പെടുത്തുന്നു. 2 വർഷവും 6 മാസത്തുമായിട്ട് 5 മാസമായിട്ട് സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന ഒരു മകനെ കാണിക്കുന്നുണ്ട്. ഇതുവരെ അത് അഴിഞ്ഞിട്ടില്ലെന്നുള്ള സങ്കടത്തിൽ കഴിയുന്ന മകനോട് പറയുന്നു, ഈ മാസം തന്നെ കർത്താവ് അവൻ്റെ കാര്യത്തിൽ ഇടപെട്ടിരിക്കുമെന്ന് കർത്താവ് ഉറപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം വായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹെബ്രായ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ എല്ലാ അഭിഷേകം കർത്താവിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. യേശുവേ ആരാധന. വിശ്വാസം ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്ന് ഉണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കാണപ്പെടുന്നവ എവിടെ നിന്നുണ്ടായി? There are 2 kinds of realities. One is invisible reality, other is visible realities. എല്ലാവരുടെയും പ്രശ്നം ഈ വിസിബിൾ റിയാലിറ്റീസ് ഉള്ളത്. നോ അങ്ങനെ വിസിബിൾ റിയാലിറ്റീസ് ഉണ്ടാകാൻ പറ്റത്തില്ല. ഇൻവിസിബിൾ ആ എന്തെങ്കിലും ഇല്ലാതെ പറ്റില്ല. 2 റിയാലിറ്റീസ് ഉണ്ട്. റിയാലിറ്റീസ് ഉണ്ട്, യാഥാർത്ഥ്യങ്ങൾ 2 ഉണ്ട്. യേശുവേ സ്തുതിക്കുക. അതുകൊണ്ടാണ് അത് വലിയൊരു പഠനം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്താലാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടത് എന്നതിന് 100% സത്യം. പക്ഷെ അത് എളുപ്പമല്ല. നമ്മുടെ മനുഷ്യബുദ്ധിയിലൊന്നും കയറുന്ന സാധനമല്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ. പ്രൈസ്. അതുകൊണ്ടാണല്ലോ പൗലോസ്ലീഹ ദൈവിക ജ്ഞാനത്തിൽ നിന്നൊരു വചനം പറയേ, ഈ ലോകത്തിലെ ബുദ്ധിമാന്മാരോട് പറഞ്ഞൊരു വാക്കാണ് ആ വചനം. അതായത് 1 കൊരിന്ത്യർ 3:18-19, ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് അവൻ തന്നെ ഭോഷനാക്കട്ടെ. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വം. ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പണ്ട് ഞാനൊരു ക്ലാസ്സിൽ കേട്ടൊരു കാര്യം. പ്രൈസ് ദി ലോർഡ്.
സെമിനാരി പഠിക്കുമ്പോഴാണ്. അതായത് സംഭവം ഇതാണ്, ഒരു നിരീശ്വരവാദിയായ അധ്യാപകൻ ക്ലാസ്സിൽ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ക്ലാസ്സിൻ്റെ പ്രമേയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഇല്ല. പ്രൈസ് ദി ലോർഡ്. ആ പുള്ളി പറഞ്ഞു, ഞാൻ എൻ്റെ കഴിഞ്ഞ നല്ല അധ്യാപകൻ, നല്ല മനുഷ്യനാണ്, ആൾ കുഴപ്പക്കാരൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ നാളിലെ എൻ്റെ മുഴുവൻ പഠനങ്ങളും ഒരുപാട് വായിച്ച് പഠിച്ചെല്ലാം കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം, മക്കളെ ദൈവം ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യമുണ്ട്, ദൈവം ഉണ്ടെന്ന് വിചാരിച്ചു പോകുന്നതാണ് നല്ലത്. പ്രൈസ് ദി ലോർഡ്. കാരണം അഥവാ മരിച്ചു കഴിയുമ്പം ദൈവം ഉണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും? പ്രൈസ് ദി ലോർഡ്. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ചു കഴിയുമ്പോഴാണ് വല്ല ഉണ്ടെങ്കിൽ എന്നാ ചെയ്യും? പ്രൈസ് ദി ലോർഡ്. ആകെ പണി പറ്റും. പ്രൈസ് ദി ലോർഡ്. അതാ ഒന്ന് ഒറിജിനൽ നിരീശ്വരവാദി. അതാ. പ്രൈസ് ദി ലോർഡ്. ശ്രവണത്തിൽ പറഞ്ഞ യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവമുണ്ടെങ്കിൽ എന്നെ ചെയ്യും നമ്മൾ? പ്രൈസ് ദി ലോർഡ്. പിന്നെ നരകത്തിൽ പോയി കിടക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്. യേശുവേ ആരാധന. അപ്പോൾ അതുകൊണ്ട് ബോധപൂർവ്വം നമ്മൾ ഇവിടെ നിന്നാണ് വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. വിശ്വാസം, അതായത് ദൈവം വചനത്താലാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ഞാനിത് പറയാൻ കാരണം വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ചില അനുഭവമുണ്ട്. ഒറ്റ വാക്ക് പറഞ്ഞത് അതേപടി നടന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്നൊന്നുമല്ല, എൻ്റെ ജീവിതത്തിൽ ഒരു 10,000 പ്രാവശ്യം. അതുകൊണ്ട് എൻ്റെ കൂടെയുള്ളവർ അച്ഛൻ സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞതുപോലെ സംഭവിച്ചു. ഓക്കെ. യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന. അത് ചിലപ്പോൾ എനിക്കറിഞ്ഞില്ല, ഞാൻ പറയും ഞാൻ പറഞ്ഞിട്ട് സംഭവിച്ചു എന്നല്ല, അത് സംഭവിക്കാനുള്ള സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. അല്ല ഞാൻ പറയും. പക്ഷേ നമ്മൾ എൻ്റെ മനസ്സിൽ അങ്ങനെ കൃത്യം വരും ചില മിറക്കിളുകളൊക്കെ. വെറുതെ ഇങ്ങനെ പറയും, നീ പൊക്കോ ഇന്ന് വൈകിട്ട് 7 മണി ആ പ്രശ്നം, കൃത്യം 7 മണി പ്രശ്നം തരും. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ നിൻ്റെ പൈശാചിബന്ധനം പോയി, നീ പൊക്കോ, പോയി. പ്രൈസ് ദി ലോർഡ്. യേശു ആരാധന. യേശു ഒരു വചനം പറയുമ്പോൾ സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചില ആൾക്കൂടെ ഞാൻ പറയും, ഈ കുറിച്ച് ഞാൻ പറയും, ഇത് ഇത്ര ദിവസം കഴിയുമ്പോൾ ആ കൊച്ചു നിങ്ങൾ സുഖപ്പെടും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇത്ര മാസം കഴിയും. എനിക്കറിയാം, ഒരു മനുഷ്യൻ പറയും, അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് ഓട്ടിസ്റ്റിക് കുഞ്ഞുങ്ങായിരുന്നു. അപ്പം ഞാനിങ്ങനെ എന്തോ പറഞ്ഞു, ഒരു വർഷം എന്തൊരു ടൈം ഡേറ്റ് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, വെച്ചാൽ ആ പറഞ്ഞ ദിവസമായപ്പോഴത്തേക്കും കൊച്ചു സംസാരിച്ചോടും കൊച്ചു ഹീൽ ചെയ്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. സൗഖ്യപ്പെട്ടു. അപ്പം ഞാൻ പോലും അത് ഈ വചനത്തിൻ്റെ പവറുണ്ട്. അതിലേറ്റവും വലിയൊരു സംഭവം എനിക്ക് പറയാനുള്ളത്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാക്ഷ്യം പറഞ്ഞ സംഭവമാണ്. ഞങ്ങളുടെ ഈ ഹൈറേഞ്ച് കട്ടപ്പനയ്ക്ക് അപ്പുറത്തുള്ളൊരു ഫാമിലി, കുഞ്ഞുങ്ങളില്ലാത്തൊരു ഫാമിലി, 18 വർഷം. അപ്പോൾ അവർ അവസാനം ഇവിടെ ധ്യാനത്തിന് വരുന്നുണ്ട്. ധ്യാനത്തിന് വരുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് വെച്ചാൽ അവർക്ക് കുഞ്ഞുണ്ടാകുന്നില്ല. അവസാനം അവർ തീരുമാനമെടുത്തത് ഒരു കൊച്ചിനെ മേടിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ദത്തെടുക്കാനാണ്. അപ്പോൾ കേരളത്തിലെ ഒരു ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ പോയി ഒരു കുഞ്ഞിനെ കണ്ടു. അവർക്ക് ഇഷ്ടപ്പെട്ടു. പേപ്പർ വർക്ക്, ഒരു വക്കീലിനെയും കൊണ്ട് പേപ്പർ വർക്കുകളെല്ലാം ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് അവർ തിരിച്ചു വന്നു. പ്രൈസ് ദി ലോർഡ്. അവർ മേടിക്കുക. അപ്പോൾ ഡേറ്റായി. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ കുഞ്ഞിനെ കിട്ടും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരാഴ്ച ഇവിടെ ധ്യാനിക്കാൻ വേണ്ടി വന്നു. ധ്യാനിക്കാൻ വന്നതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ, ഇനി കുഞ്ഞൊന്നും ഉണ്ടാകത്തില്ല, ഇനി കിട്ടുന്ന കുഞ്ഞിനെ വേറൊരാളുടെ കുഞ്ഞിനെ കൊണ്ടുവന്ന് വളർത്തണമല്ലോ. അപ്പോൾ അതിനെ സ്വീകരിക്കാൻ മാനസികമായിട്ടൊന്ന് ഒരുങ്ങുക, അതിനുവേണ്ടി മാത്രം ധ്യാനിക്കാൻ വന്നു. അപ്പോൾ 5 ദിവസത്തെ ധ്യാനം കഴിഞ്ഞിട്ട് 2 പേരും കൂടെ എൻ്റെ മുറി വന്നു. അച്ചോ, തിങ്കളാഴ്ച അടുത്ത ആഴ്ച കുഞ്ഞിനെ മേടിക്കാൻ പോവാം. 18 വർഷം കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ എന്നാ പറയുന്നു? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, മക്കളെ ധ്യാനം കഴിഞ്ഞല്ലേ ഉള്ളൂ, ദൈവത്തിന് പ്രവർത്തിക്കാൻ അല്പസമയം നമ്മൾ കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോഴത്തേക്ക് അവൻ പറയാ, അച്ചോ എൻ്റെ ഏജ് കഴിഞ്ഞു പോയി. പ്രൈസ് ദി ലോർഡ്. ഇനി താമസിച്ച പിന്നെ ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടത്തില്ല, ഞങ്ങൾ ആ വിഷമത്തിലാകും, ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ദേഷ്യമാണ്. ഈ പലപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് വിശ്വാസത്തെ എതിർക്കുന്നവരോടാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവത്തിനെ അനുഭവിക്കാൻ ഫെയ്ത്ത് വേണം. ആ ഫെയ്ത്തിനെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു പ്രൈഡ് വന്നിട്ട് ഇതിനെ റിജക്റ്റ് അടിക്കും. ഹ്യൂമിലിറ്റി ഇല്ലാത്ത ആളുകൾ റിജക്റ്റ് അടിക്കും. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തേ പറയുന്നത്, ദൈവം എന്നൊരാളുണ്ട്, നിങ്ങൾ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി വഴക്കം പറഞ്ഞു. പെട്ടെന്ന് അവള് പെട്ടെന്ന് പറയും, അച്ഛൻ ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ എന്ത് പറഞ്ഞു? ഞാൻ എല്ലാം വിട്ടു. അച്ഛൻ പറഞ്ഞത് മാത്രമേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ, മോളെ നീ പോ, നിങ്ങൾ പോ. 15 ദിവസം. പ്രൈസ് ദി ലോർഡ്. 15 ദിവസം കഴിയുമ്പോഴത്തേക്കും വാ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. പ്രൈസ് ദി ലോർഡ്. നിനക്കൊരു കുഞ്ഞിനെ കർത്താവ് തരുമെന്ന് എന്നോട് ഈശോ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വാക്ക് I pronounced. I made it pronounce. ഈ വചനം ഇങ്ങനെ പറഞ്ഞു. ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇവരിവിടുന്ന് പോയിട്ട്
15 ഒരു 20 ദിവസം കഴിഞ്ഞപ്പോഴാണ് കണ്ടോ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് വരുമ്പോൾ അവൾ പറയുക വലിയ സന്തോഷം, അച്ഛാ ഇവിടുന്ന് പോയി 13-ാം പൊക്കം. 18 വർഷത്തിന് ശേഷം ഇവൾ ഗർഭിണിയായി. ഇവളുടെ കുഞ്ഞിന് ജന്മം കൊടുത്തു. വചനം മാംസമാണ്. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഈ വചനമാണ് മാംസം ധരിച്ചത്. ചിലരൊക്കെ ഇന്ന് ഈശ്വര ഉത്ഥാനത്തെ പരിഹസിക്കാറുണ്ട്. എനിക്ക് സങ്കടം തോന്നുന്നു, അവരുടെ അറിവില്ലായ്മയോട് ഞാൻ ദൈവത്തോട് മാപ്പ് പറയുന്നു. കാരണം അവർ പഠിക്കേണ്ട പോലെ പഠിച്ചിട്ടില്ല. ഈശോയുടെ ഉത്ഥാനത്തെ പഠിക്കണമെങ്കിൽ ഒന്ന് എളിമ വേണം. യേശുവെ സ്തുതിക്കുക. നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇഫ് അവർ മൈൻഡ് ഈസ് നെഗറ്റീവ് then we cannot study anything. അതാണ് യഹൂദജനത്തിൽ ചിലർക്ക് പറ്റിയ പ്രശ്നം. നിങ്ങൾ മനസ്സിലാക്കണം, പത്രോസ്ലീഗ സുവിശേഷം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ, ഒറ്റ മണിക്കൂറത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ 3000 പേര് മാമോദീസ മുങ്ങണം എങ്കിൽ, വെറുതെ ഒരു മതത്തിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് 3000 പേര് ഇങ്ങോട്ട് മാറുമോ? അതും ജൂഡൈസം. യഹൂദരെ മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോസിബിളായ കാര്യം. വേറെ ആരെ വേണം കൺവേർട്ട് ചെയ്യാം, പക്ഷെ അവരെ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരൊരു സംഭവമാണ്. ക്യാൻ യു ഫോളോ മീ? ഹല്ലേലൂയ. അത്രയും ഡീപ്പായ കാരണം സംഭവമാണ്. പക്ഷെ ഒറ്റ പ്രസംഗം കഴിഞ്ഞ് 3000 പേര് മാറണമെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഉയർന്നത് ഉത്ഥാനം ഒരു കഥയായിരുന്നില്ല. യേശുവിൻ്റെ ഉത്ഥാനം ഒരു സത്യമായതുകൊണ്ടാണ് 3000 പേര് ഒറ്റ ദിനം കൊണ്ട് മാമോദീസ. 12 അപ്പസ്തോലന്മാരിൽ യൂദാസ് നമുക്കറിയാം തെറ്റ് ചെയ്തു. അതിൻ്റെ പരിണിതഫലമായ അവൻ അനർത്ഥം വന്നു. പക്ഷേ പിന്നീട് മത്തിയാസ് വരുന്നുണ്ട്. അപ്പം അങ്ങനെ 12 പേരിൽ യോഹന്നാൻ ഒഴിച്ച് 11 പേരും രക്തസാക്ഷികളായി. രക്തസാക്ഷികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സുഖമുള്ള പരിപാടിയൊന്നുമില്ല കേട്ടോ. സാറിന് അടി വരുമ്പോൾ ഓട്ടം തുടങ്ങുന്നു. പറഞ്ഞ ഹല്ലേലൂയ. അടി വരുമ്പോൾ, സഹനം വരുമ്പോൾ എത്ര ധൈര്യമുള്ളവനും വിട്ടേച്ചു പോകും. നുണ പറയുന്നത് നിർത്തുന്നത് എപ്പോഴും അവന് സഹനം വരുമ്പോൾ വിട്ടേച്ചു പോകും. അപ്പം ഇവിടെ 11 പേരും രക്തസാക്ഷി. അത് കഴുത്തറക്കപ്പെട്ടു, കുരിശിത്തറക്കപ്പെട്ടു. ഭയങ്കര അതിക്രൂരമായ രീതിയിലാണ്. അപ്പൊ ഈ 11 പേരും രക്തസാക്ഷികളാകണമെങ്കിൽ ഉത്ഥിതനായ ഈശോയെ കണ്ടത്, അല്ലെങ്കിൽ മരിച്ചുയർത്തെഴുന്നേറ്റ് ഈശോ ഒരു തോന്നലായിരുന്നില്ല. 2 ഈശോയുടെ സ്വർഗാരോഹണം ബഥനിയമേൽ അതൊരു ഒരു അനുഭൂതിയോ അല്ലെങ്കിൽ അത് ഒരു ഹലൂസിനേഷനോ ആകാൻ പറ്റത്തില്ല. ഒരു മാസ് സൈക്കോളജി ആകാൻ പറ്റിയല്ല. കാരണം അവിടെ ഒരു ജീവനുള്ള വ്യക്തിയെ അവർ കണ്ടിട്ടുണ്ട്. യേശുവെ സ്തുതിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പം തിബേരിയസ് കടൽത്തീരത്ത് വെച്ച് ഉത്ഥിതനായ ഈശോയെ കണ്ടു, അവൻ്റെ കൂടെ നിന്ന് ഭക്ഷിക്കുന്നത് കാണാം. അത് തോന്നലായിരുന്നില്ല. എമ്മാവൂസിൽ വെച്ച് അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിക്കുമ്പോൾ അവനെ തിരിച്ചറിഞ്ഞു. ഉടനെ അവൻ അപ്രത്യക്ഷനായി എന്ന് പറഞ്ഞതൊരു കെട്ടുകഥയാകില്ല. കാരണം എന്താ കെട്ടുകഥയാകാൻ കാരണം എന്താ? മണിക്കൂറുകൾ അവരുടെ കൂടെ നടന്ന ആൾ തന്നെ അപ്രത്യക്ഷനായതേ. Can you follow me? മണിക്കൂറോടെ വർത്തമാനം പറഞ്ഞ് നടന്ന ആളാണ് അവിടെ വെച്ച് അപ്രത്യക്ഷനായത്. യേശുവെ സ്തുതിക്കുക. അതിൻ്റെ കാരണം ഈശോ ജീവിക്കുന്ന ദൈവമാണ്. തോന്നലല്ല. അതുകൊണ്ട് മരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഉറപ്പാണ്. ഹല്ലേലൂയ. മൂന്നാമത് വീണ്ടും പറയാനുള്ള കാര്യം വളരെ വലിയ കാര്യം. ഇവരുടെ ഒരു കെട്ടുകഥയാണ്. യേശുവിന്റെ ഉത്ഥാനത്തെ ഇവർ തന്നെ ഇവരുടെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയ കള്ളക്കഥയായിരുന്നെങ്കിൽ ഈ 12 പേരിൽ ഒരുവനെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റിക്കൊടുത്താനെ. കുറച്ച് കഴിയുമ്പോൾ ഒരാളിങ്ങനെ പറഞ്ഞാൽ ഈ കെട്ടുകഥയ്ക്ക് ഞാൻ സപ്പോർട്ട് ചെയ്തില്ല കേട്ടോ. വേറെ വല്ല പണിയുണ്ട് ഇതിൻ്റെ പുറകെ നടക്കാൻ.
ഈ 12 പേരിൽ ഒരാളെങ്കിലും കാലുവാരിയേനെ. യൂദാസ് ഒറ്റിക്കൊടുത്ത പോലെ ഒറ്റ അപ്പസ്തോലൻ പോലും ഒറ്റിക്കൊടുത്തിട്ടില്ല. അവരൊരിക്കലത് മാറി ഒരിടത്ത് സംസാരിച്ചിട്ടില്ല. അതിൻ്റെ കാരണം അവർ കണ്ടത്. അതുകൊണ്ട് ഒന്ന് യോഹന്നാൻ 1:1 പറഞ്ഞു, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവനുള്ള വചനം, ഉദ്ധിത വചനം. അത് യാതൊരു കെട്ടുകഥയല്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കണം. കാരണം മറ്റൊന്നും, ഞാൻ ലോകം മുഴുവൻ ഇന്ന് പ്രഘോഷിക്കുന്നത് ഒറ്റ സുവിശേഷ, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ജീവനുള്ള ദൈവമാണെന്ന് പ്രഘോഷിക്കുന്നു. നമ്മളോടൊക്കെ അസ്വസ്ഥതയുള്ളവരുടെ പ്രശ്നം ഇത് മാത്രമേ ഉള്ളൂ. അവൻ ജീവിക്കുന്ന ദൈവമാണ്, അവൻ കർത്താവാണ്, രക്ഷകനാണ്. അതാണ് എൻ്റെ വിളി. എൻ്റെ വിളി അത് ശുദ്ധിതനാണ്. കൈയടിച്ച് കത്തന്ന് പറഞ്ഞു ഉച്ചത്തില് ഉച്ചത്തില് ഉച്ചത്തില്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരുന്നു, വെറുതെ പറയുന്നതല്ല, പൊലിപ്പിച്ച് പറയുന്നതല്ല, ഉറപ്പിച്ച് പറയുന്നു. നമ്മുടെ ഈ ആലയത്തെ ദൈവം അത്ഭുതങ്ങളുടെ കലവറയാക്കി കർത്താവ് ഉയർത്താൻ പോകുക. കർത്താവിൻ്റെ മഹത്വത്തിന് സ്ഥലമാകട്ടെ. കാരണം ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. ഞാനിവിടെ നിൽക്കുന്നത് തന്നെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. I am standing here in front of you only because of the reason that our Lord is resurrected. He rose again from the dead. Praise the Lord. Praise the Lord. യേശുവേ നന്ദി. Praise the Lord. Hallelujah. കൈകളടിച്ച് കർത്താവിനെ നന്ദി പറയട്ടെ. Hallelujah. സ്തുതിക്കുന്നു ഉച്ചത്തില്. Hallelujah. 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 വിശ്വാരാധന. Hallelujah. ഉത്ഥാനത്തിൻ്റെ സാക്ഷിയാണ് ഒരു ക്രിസ്ത്യാനി. ഉയർപ്പിന് സാക്ഷിയാകാത്ത ക്രിസ്ത്യാനിയല്ല. അവൻ സാക്ഷിയാകണം. യേശു ഇന്ന് ജീവിക്കുന്നു എന്നുള്ള സാക്ഷിയായിരിക്കണം. Praise the Lord. Can you follow me? വിശ്വാസം ഉണ്ടോ? പോരെ, ഇച്ചിരി വേണം. Praise the Lord. യേശു ഹല്ലേലൂയ. സ്തുതിക്ക്. ആമേൻ. അപ്പോൾ 12 പേരും മരണം വരെ ഒരേ കാര്യം, ഒരു ചെറിയ സംശയം പോലും അവർക്കാർക്കില്ല, ഒരു പൊരുത്തക്കേടുമില്ല. അവരവിടെയില്ല, പുറത്തുപോയി സുവിശേഷം പ്രസംഗിച്ചെടുത്ത് ഒരിക്കലും വ്യത്യസ്തമായിട്ട് പറഞ്ഞിട്ടില്ല. 12 പേരിൽ ഒരാൾക്ക് മൂന്നാമത് ഒരാൾ കയറി വരുന്നുണ്ട്, പൗലോസ്. പൗലോസ് തൊട്ട് അവൻ കറക്റ്റായിട്ട് കണ്ടതാണ്. പൗലോസ് ആരാണെന്ന്? പൗലോസ് ഏറ്റവും വലിയ ശത്രുവായിരുന്നു, സഭയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. എസ്തഫാനോസിനെ ആളുകൾ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ ആ കല്ലെറിയുന്നവരുടെ മേൽക്കുപ്പായം എടുത്ത് സൂക്ഷിച്ചത് ഇവനാണ്. അവൻ എറിഞ്ഞു കൊടുക്കുക, എറിയ. പക്ഷേ അത്ര എതിർപ്പുണ്ടായിരുന്നവൻ ക്രിസ്തുവിൻ്റെ ദാസനായിട്ട് മാറിയത് തോന്നലല്ല. മാൾട്ടയിൽ അവൻ സുവിശേഷം പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ രാത്രിയിലായി പെരുമഴ, ഈ കടലിൽ നിന്ന് കഷ്ടിച്ച് കരയ്ക്ക് കയറിപ്പോയി. അവിടെ ചെല്ലുമ്പോൾ ആളുകൾ ഇങ്ങനെ തീ കൂട്ടി, ഇങ്ങനെ ഈ തണുപ്പ് കാലത്ത് ഇങ്ങനെ അവർ ചൂട് കൊള്ളുക. അപ്പോഴാണ് ചെന്നപ്പോൾ ഒരു പാമ്പ് കയറി ആരെ കടിച്ചു? പൗലോസിനെ. പ്രസലോഷ്. ഉടനെ ആൾ ദൈവമേ ഇവൻ്റെ കഷ്ടകാലം പിടിച്ചോ നോക്കി. കടലിൽ നിന്ന് രക്ഷപ്പെട്ട് കര വന്നപ്പം പാമ്പ് കടിച്ചു. പ്രസലോഷ്. ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു. പ്രസലോഷ്. അപ്പോൾ ഇവൻ എന്ത് വലിയ കുറ്റവാളിയാണ്. പ്രസലോഷ്. വലിയ കുറ്റവാളിയാണ്. ഒന്നും കുറ്റവാളിയൊന്നുമല്ല, ഓടേ തമ്പുരാൻ്റെ പദ്ധതിയാണ്. അതിലൂടെ ആ കർത്താവ് സുവിശേഷ പ്രസംഗം തുടങ്ങാൻ പോകുന്നു. പ്രസലോഷ്. സുവിശേഷം പ്രസംഗിക്കാൻ കർത്താവ് ചിലപ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ചില മുറിവ് കൊടുക്കുക ഇടയ്ക്ക്. പ്രസലോഷ്. അത് പുതിയൊരു അഭിഷേകത്തിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി കർത്താവ് ചെയ്യുന്ന വലിയൊരു കാര്യമാണെന്ന് എല്ലാവരും പ്രസലോഷ്. കുറേ കൂടെ ആത്മാക്കളെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ആ ദേശത്തുള്ള ആത്മാക്കളെ കൂടി നേടിയെടുക്കാനുള്ള ദൈവത്തിൻ്റെ രഹസ്യ അജണ്ട. Can you follow me?
നല്ല വിശ്വാസം ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ ഉടനെ കുറച്ച് നേരം കഴിപ്പാണ്ട് പൗലോസിന് നീരൊന്നും വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പാമ്പിനെ കണ്ട ഇവിടെ നമ്മൾ മരിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ്ട് ഇത് ഒരു കുഴപ്പമില്ല, കടിച്ചിട്ട് അതൊരു കുഴപ്പമില്ല കുറേ. അതുകൊണ്ട് ഈ ബൈബിൾ എഴുതിയത് മാരകമായ എന്ത് കുടിച്ചാലും ഒക്കെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ചിലത് കടിച്ചാലെന്നൊക്കെ പറഞ്ഞു. യേശുവേ ഹല്ലേലൂയ. മാരകമായ എന്ത് കുടിച്ചാലും അതൊരു ഉപദ്രവിക്കില്ല. ഇതൊക്കെ കണ്ടറിഞ്ഞതാണ്. ബൈബിൾ കുറേ കാര്യങ്ങളില്ലേ, മാരകമായ എന്ത് കുടിച്ചു. ഇതൊക്കെ ഈ അപ്പസ്തോലന്മാർക്കൊക്കെ വിഷം കൊണ്ട് കൊടുക്കുമായിരുന്നു പറഞ്ഞു, ശത്രുക്കളെ കൊല്ലാൻ വേണ്ടി. പക്ഷേ കൊടുത്തിട്ട് നോക്കിക്കുമ്പോണ്ട് ഒരു കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവന് സംശയം വന്നത് ഇത് വിഷം തന്നെയാണ് കൊടുത്തത്. അവനെടുത്ത് നാക്കേ വെക്കും, അവൻ തട്ടിപ്പോവുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ സ്തുതിക്കുന്നു. കേൾക്കുന്നുണ്ടോ പറഞ്ഞ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അപ്പസ്തോലിന് കൊടുത്തിട്ട് അവൻ അപ്പസ്തോലിന് ഒരു കുഴപ്പമില്ലാതെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നടക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവൻ തോന്നുന്നത് വിഷം തന്നെയാണ്, ഇവൻ ഇങ്ങോട്ട് നാക്ക വെച്ചു, അവൻ തട്ടിപ്പോയി. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറയട്ടെ, അഭിഷേകം നിങ്ങൾ പകരട്ടെ. ഈ പെന്തക്കോസ്ത് നിങ്ങൾക്ക് ഉണരട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൻ്റെ അഭിഷേകം നിറ. ഹല്ലേലൂയ. ആരാധന അഭിഷേകം ഒറ്റ വിളിച്ചോയേ. ആരാധന 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 അഭിഷേകം അഭിഷേകം ആരാധന ആരാധന ആരാധന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകം അഭിഷേകം തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. സ്നേഹമേ സ്വന്തമേ അങ്ങേ മാറി ചാരുന്നു ഞാൻ. സ്നേഹമേ സ്വന്തമേ അങ്ങേ മാറി ചാരുന്നു ഞാൻ. അഭിഷേകം ആരാധന ഒറ്റ വിളിച്ചോയേ. ആരാധന സ്തുതിക്കുന്ന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകം രണ്ട് കരങ്ങൾ ഉയർത്തി വിരിച്ചു പിടിച്ച് അച്ചോട് ചേർന്ന് പ്രാർത്ഥിക്കണം. കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, പാപിയായ എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. പാപിയായ എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. 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 ഈശോയേ, ഞാൻ വാക്കാലും വിചാരത്താലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും അങ്ങേക്കെതിരായും മറ്റുള്ളവർക്കെതിരായും ഈ പ്രപഞ്ചത്തിനെതിരായും എനിക്ക് തന്നെ എതിരായും ചെയ്തു പോയിട്ടുള്ള
രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. ദൈവമേ, കരുണയുണ്ടാകണമേ, 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 കൃപ ചൊരിയണമേ. എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാളും എല്ലാ വ്യക്തികളെക്കാളും എന്നെക്കാളും ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോയെ, എല്ലാ പാപവും പാപ സാഹചര്യങ്ങളും ഉപേക്ഷിച്ചു കൊള്ളാമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങളെ ഓർത്ത് ഞാൻ അനുതപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഒറ്റ വിളിശോയെ സ്തുതിക്കുന്നു. അഭിഷേകം. ഹല്ലേലൂയ, ആരാധന, ആരാധന. എൻ്റെ ഈശോയെ, കരങ്ങളുയർത്തി, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എന്നോട് കരുണയുണ്ടാകണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ തൊടണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എൻ്റെ ബന്ധനങ്ങൾ അഴിക്കണമേ, കെട്ടുകൾ അഴിക്കണമേ, പാപബന്ധനം അഴിക്കണമേ, പൈശാചിക ബന്ധനം അഴിക്കണമേ. എൻ്റെ ഈശോയെ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എന്നെ സ്പർശിക്കണമേ, എന്നെ സ്പർശിക്കണമേ. ഹല്ലേലൂയ. എല്ലാ പൈശാചിക ബന്ധനങ്ങളും അഴിച്ചു മാറ്റണമേ, രോഗങ്ങൾ അഴിച്ചു മാറ്റണമേ, ശാപങ്ങൾ അഴിച്ചു മാറ്റണമേ. എൻ്റെ ഈശോയെ, അങ്ങ് ജീവിക്കുന്ന ദൈവമാണെന്ന് ഏറ്റുപറയുവാൻ എന്നെ അനുവദിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ഒറ്റ വിളിശോയെ. കൈകളൊടിച്ച് പാടാം, കൈകളൊടിച്ച് പാടാം, നന്നായിട്ട് കടിച്ച് എല്ലാം കെട്ടുപാടിക്കുന്നു. പോരാ, അഭിഷേകം. ഈശോ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശ്വരീനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശ്വരീനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്നേ. അഭിഷേകം. ഹല്ലേലൂയ. ജീസസ്. സെറാബുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം ആരാധിച്ചിടും. സെറാബുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. ബന്ധനമഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ആരാധനയെങ്കിൽ. ബന്ധനമഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ, പോരാ. അഭിഷേകം. ഹല്ലേലൂയ. അഭിഷേകം. സെറാബുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. സെറാബുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. ബന്ധനമഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ആരാധനയെങ്കിൽ. ബന്ധനമഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ അഴിയും ആരാധന.
അപ്പസ്തോല രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതർ മോചിതരായല്ലോ. അപ്പസ്തോല രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, സത്താൻ സത്താൻ നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, സത്താൻ സത്താൻ നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, രോഗം രോഗം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, രോഗം രോഗം നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ 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 അഭിഷേകം ഒറ്റ വിളിച്ചോയേ. കരങ്ങൾ ഉയർത്തി കണ്ണടച്ച് പിടിക്കട്ടെ. കരങ്ങൾ ഉയർത്തി കണ്ണടച്ച് പിടിക്കുന്നു, കൽപ്പിക്കുന്നു. ഈ പരിശുദ്ധ കുർബാനയിൽ ജീവനോടെ എഴുന്നള്ളി വസിക്കുന്ന ഉത്ഥിതനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പരിശുദ്ധ രക്തത്താൽ ആജ്ഞാപിക്കുന്നു, കൽപ്പിക്കുന്നു. യെശയ്യാ 11:5-6-7 വചനം കൊണ്ട് കൽപ്പിക്കുന്നു. തിന്മയുടെ അരൂപികളോട് പൈശാചിക ശക്തിയോട് കൽപ്പിക്കുന്നു. ഉത്ഥിതനായ യേശുവിൻ്റെ നാമത്തിൽ, ഉത്ഥിതനായ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. യോഹന്നാൻ 3:8 22 വചനം കൊണ്ട് കൽപ്പിക്കുന്നു. യോഹന്നാൻ 3:8 ഇപ്പോൾ അവയെ ബന്ധിക്കുന്ന യേശുനാമത്തിൽ, യേശുനാമത്തിൽ ബന്ധിക്കുന്നു, യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്കാ 8:31 ബഹിഷ്കരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഈ കൂട്ടായ്മയുള്ള മക്കളെ വേദനിപ്പിക്കുന്ന, പീഡിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളെയും, മനസ്സിൻ്റെ വേദന, ഒറ്റപ്പെട്ട മക്കള്, ഭയം, ഉത്കണ്ഠ, ആകുലത, അസ്വസ്ഥത, സങ്കടങ്ങൾ, ഒത്തിരിയേറെ ബുദ്ധിമുട്ട്, അഹങ്കാരം, അസൂയ, വെറുപ്പ്, പക, വിദ്വേഷത്തിൻ്റെ തിന്മയുടെ അരൂപികളാൽ ബന്ധിക്കപ്പെട്ട ആരെല്ലാം ഈ കൂട്ടായ്മയിലുണ്ടോ അവൻ്റെ മേൽ, അവളുടെ മേലും, കുടുംബം മുഴുവൻ്റെ മേലുള്ള സാത്താൻ്റെ ശക്തികൾ കൽപ്പിക്കുന്നു. ഉത്ഥിതനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ, യോഹന്നാൻ 3:8 ബന്ധിക്കുന്ന യേശുനാമത്തില്, ബന്ധിക്കുന്ന യേശുനാമത്തില് ബഹിഷ്കരിക്കുന്നു. ലൂക്കാ 8:31 ബഹിഷ്കരിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കണ്ണടച്ചുപിടി. ഈ മക്കളുടെ മേൽ, ഇവിടെ കുടുംബങ്ങളുടെ മേലുള്ള ദ്വേഷം മുഴുവൻ്റെ മേലുള്ള മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗങ്ങൾ, സാത്താൻ്റെ ആരാധനകൾ, ബ്ലാക്ക് മാസ്, ഓജോ ബോർഡ്, സെറ്റ് വർഷിപ്പുകൾ, ഇവരെ അദൃശ്യമായിട്ട് ഉപദ്രവിക്കുന്ന പൈശാചിക ആത്മാക്കളോട്, ശക്തികളോട് ഞാൻ ആജ്ഞാപിക്കുന്നു. ഈ പരിശുദ്ധ കുർബാനയിൽ ജീവനോടെ എഴുന്നള്ളിരിക്കുന്ന ഉത്ഥിതനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ അവയെ ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. അഴിഞ്ഞു പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കണ്ണടച്ച് പിടിക്കുക. ഈ കൂട്ടായ്മയുള്ള മക്കളുടെ കുടുംബങ്ങൾ, ജീവിതങ്ങൾ പ്രവർത്തിക്കുന്ന മദ്യപാനത്തിൻ്റെ, പുകവലിയുടെ, മയക്കുമരുന്നിൻ്റെ, ലഹരികളുടെ, പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങൾ, ബന്ധനങ്ങൾ, ചങ്ങലകൾ, വ്യഭിചാരം, സ്വയംഭോഗം, സ്വവർഗരതികൾ, ബ്ലൂ ഫിലിമുകൾ, പൈശാചിക ശക്തികൾ, അവർ അടിമപ്പെട്ട് കഴിയുന്ന, ബന്ധനത്തിൽ കഴിയുന്ന മക്കൾ ആരെല്ലാം ഈ കൂട്ടായ്മയിലും ഈ സമൂഹത്തിലെ കുടുംബങ്ങളിലും ഉണ്ടോ അവരുടെ മേലും, ആ കുടുംബങ്ങളിലുമുള്ള തിന്മയുടെ ശക്തികളോട്, പൈശാചിക ആത്മാക്കളോട് ഞാൻ കൽപ്പിക്കുന്നു. ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന ഉത്ഥിതനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ, പരിശുദ്ധ രക്തത്താൽ ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ ബന്ധിക്കുന്നു. മത്തായി 16, 18, 20 വചനങ്ങൾ ബന്ധിക്കുന്നു. യോഹന്നാൻ 3:8 ബന്ധിക്കുന്നു. ഒറ്റ വിളിച്ചോയേ.
കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കണ്ണടച്ച് പിടിക്കട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ കൂട്ടായ്മയിലൂടെ കുടുംബങ്ങൾ തകർച്ചകൾ, ജോലി തടസ്സം, വിവാഹ തടസ്സം, സാമ്പത്തിക ബന്ധനങ്ങൾ, കെട്ടുകൾ, കടബാധ്യതകൾ, ഭയങ്കര പീഡകൾ, വലിയ പ്രശ്നങ്ങൾ, അഴിച്ചു മാറ്റാൻ പറ്റാത്ത ബ്ലോക്കുകൾ, വലിയ ബ്ലോക്കുകൾ, തടസ്സങ്ങൾ മൊത്തത്തോടെ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ, പരിശുദ്ധ രക്തത്താൽ ബന്ധിക്കുന്ന നാമത്തില്, ബന്ധിക്കുന്ന നാമത്തില്, ബന്ധിക്കുന്ന നാമത്തില് ബഹിഷ്കരിക്കുന്നു. ലൂക്കാ 8:31 ബഹിഷ്കരിക്കുന്നു. മാറിപ്പോകാൻ കൽപ്പിക്കുന്ന ശ്രമത്തില് കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കണ്ണടച്ച് പിടിക്കട്ടെ. വിവാഹ തടസ്സങ്ങൾ, വിവാഹ പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, ജോലി പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, പഠനമേഖല തടസ്സങ്ങൾ, ബന്ധനങ്ങൾ, കുടുംബത്തിലെ വഴക്ക്, കുടുംബ വഴക്ക്, പ്രശ്നങ്ങൾ, കുടുംബത്തിലെ രോഗങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, തലമുറകളായിട്ടുള്ള രോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, പൈശാചിക പീഡകൾ, വിഷമങ്ങൾ, വേറെ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും പീഡകളും കഴിയുന്ന മക്കൾ, അവരുപദ്രവിക്കുന്ന മുഴുവൻ അന്ധകാര അരൂപികളോടും ഞാൻ കൽപ്പിക്കുന്നു. ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന ഉത്ഥിതനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യേശുവിന്റെ കാൽച്ചുവട്ടിലേക്ക് പോകാൻ കൽപ്പിക്കുന്നു. ഫിലിപ്പി 2 മൈലിലേക്ക് പോകാൻ ആജ്ഞാപിക്കുന്ന ശ്രമത്തിൽ ഒറ്റ വിളിച്ചോയേ. രണ്ട് കരം ഉയർത്തിപ്പിടിക്കട്ടെ, കരം ഉയർത്തിപ്പിടിക്കട്ടെ. എല്ലാ ബന്ധനങ്ങളും കൽപ്പിക്കുന്നു. പൈശാചിക പീഡകൾ, അസ്വസ്ഥതകളോട് കൽപ്പിക്കുന്നു. കണ്ണുകൾ അടച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥനയും മുഴുകട്ടെ. എളിമയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കട്ടെ. എല്ലാ മക്കളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. രോഗപീഠകളോട് കൽപ്പിക്കുന്നു. ഈ കൂട്ടായ്മയുള്ള ഓരോ രോഗികളോട് കൽപ്പിക്കുന്നു. തലച്ചോർ സംബന്ധമായ രോഗം, വിട്ടുമാറാ തലവേദന, തലയ്ക്കുള്ള നമ്പരങ്ങൾ, തലയ്ക്കകത്തുള്ള ട്യൂമറുകൾ, ബ്രെയിൻ ഹെമറേജ് രോഗികളായ മക്കൾ, ഓട്ടിസം, ഹൈപ്പർ രോഗങ്ങളാൽ വിഷമിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ, അവരുടെ ബന്ധുക്കൾ, സ്നേഹിതർ, ആ കുടുംബങ്ങളുടെ രോഗപീഠകൾ, തലച്ചോർ സംബന്ധമായ രോഗങ്ങൾ, പൈശാചിക പീഡകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്ന ശ്രമത്തിൽ. ലൂക്കാ 8:31 ബഹിഷ്കരിക്കുക. മാറിപ്പോട്ടെ. ഒറ്റ വിളിച്ചോയേ. വിശോ വിശോയേ. ഈ സമയത്ത് ദിവ്യകാരുണ്യ പ്രദക്ഷിണം ആരംഭിക്കുമ്പോൾ പ്രധാന ദേവാലയത്തിലുള്ള എല്ലാവരും മുട്ടിമേ നിൽക്കുന്നു. എഴുന്നള്ളുന്നേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്നേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ
തരണമേ